ഒരിക്കൽ ഏതൊരു ടെലിവിഷൻ ഇൻ്റർവ്യൂവിൽ പാലാക്കാരെക്കുറിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ആ ടെലിവിഷൻ്റെ ഉടമ എന്നോട് പറഞ്ഞു, ആ പറഞ്ഞ കാര്യങ്ങൾ വൈറലായിരിക്കുകയാണ്, പാലാക്കാരെങ്ങനെ പെരുമാറുന്നു, അവരെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കഥകളായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇന്ന് ഞാൻ പറയുകയാണ്, ഗവർണർ എന്ന നിലയിൽ ഇപ്പോൾ എഴുതുന്ന പുസ്തകത്തിൽ ഏതാണ്ട് 3-4 അധ്യായങ്ങൾ പാലയെക്കുറിച്ചാണ്. പാലയെക്കുറിച്ച് കേട്ട കഥകൾ, പറഞ്ഞു കേട്ട കഥകൾ, അറിഞ്ഞു കേട്ട കഥകൾ, ഇല്ലാത്ത കഥകൾ, ഉണ്ടാക്കി പറയുന്നത്, ഇങ്ങനെ എല്ലാ കഥകളും ചേർത്ത് വെച്ചു. അപ്പോൾ എനിക്കൊരു മോഹം, എൻ്റെ ആദ്യത്തെ പുസ്തകം, ആദ്യത്തെ ഒരു പുസ്തകമല്ല, ആദ്യത്തെ 3 പുസ്തകങ്ങൾ അത് പബ്ലിഷ് ചെയ്തപ്പോൾ DC ഏതാനും മാസങ്ങൾക്ക് ശേഷം പരസ്യം കൊടുത്തു, ബെസ്റ്റ് സെല്ലേഴ്സായി മാറിയിരുന്നു. അതിൻ്റെ കാരണം ഞാൻ ആ പുസ്തകം ദീപികയിൽ എഴുതിയതാണ്, കോളം എഴുതിയതാണ്. ആ കോളം എഴുതിയ പുസ്തകങ്ങൾ ചേർത്ത് വെച്ചാണ് 3 പുസ്തകങ്ങളായിട്ട് DC പ്രസിദ്ധീകരിച്ചത്. ഇന്ന് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വന്നു, ഫ്രഞ്ച് പരിഭാഷ വന്നു, പല പല ഭാഷകളിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എഴുതുന്ന പാലാ കഥകളും ദീപികയിൽ സീരിയലൈസ് ചെയ്താലോ എന്നൊരു മോഹം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ പറയും, ഈ കഥകൾക്ക് ഒന്ന്, ഇപ്പോൾ ഞാൻ ബംഗാളിലാണെന്നറിയാം, ബംഗാളിലെ പ്രമുഖനായ ഒരു സാഹിത്യകാരൻ, അദ്ദേഹം എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, പ്ലീസ്. യെസ്, ഇദ്ദേഹം ഇവിടെ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ്, അവാർഡ് ജേതാവാണ്. അദ്ദേഹം എന്നെ ചുറ്റിപ്പറ്റി കേരളത്തെക്കുറിച്ചും ഞാൻ പഠിച്ച വിദ്യാലയങ്ങൾ, അതിനെക്കുറിച്ച് ഞാൻ ജോലി ചെയ്ത സ്ഥലങ്ങൾ, ഞാൻ കണ്ട ആളുകൾ, ഇവരെയൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാനും പുസ്തകം എഴുതാനുമാണ് അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയം പാഴാക്കി ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, രവീന്ദ്രനാഥ് ടാഗോർ, അദ്ദേഹം ഒരുപക്ഷെ പാലാക്കാരെ കണ്ടിരിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ പറയുന്നത്, ധനികനായൊരു കർഷകൻ, ഈ കർഷകന് 4 മക്കൾ, ആൺമക്കൾ, മടിയന്മാരാണ്. കർഷകൻ അത്യധ്വാനം ചെയ്ത് ധാരാളം പണമുണ്ടാക്കി, പക്ഷെ മക്കൾ ആരും കൃഷി ചെയ്യുന്നില്ല. അദ്ദേഹം മരണശൈലിയിൽ കിടക്കുകയാണ്. അദ്ദേഹം തോന്നി, ഇവരെ കൃഷി ചെയ്യാൻ പഠിപ്പിക്കണം, അതല്ലെങ്കിൽ ഇവരുടെ ഭാവി നശിച്ചു പോകും. അദ്ദേഹം പിള്ളേരെ വിളിച്ച് പറഞ്ഞു, മകളെ, നമ്മുടെ പുരയിടത്തിൽ ഒരു നിധി കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ 4 പേര് ഉഷാറായി. 4 പേര് നിധി എടുക്കാൻ എല്ലാ ദിവസവും വന്ന് തൂമ്പാടത്ത് കുഴിക്കുന്നു, നിധി കിട്ടുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞു, ഈ കുഴിച്ച ഓരോ കുഴിയിലും ഒരു വിത്തിടരുതോ, എന്തെങ്കിലും മുളയ്ക്കുമല്ലോ. അങ്ങനെ അവരവിടെ വിത്ത് പാകി, മാവ്, പ്ലാവ്, മംഗോസ്റ്റിൻ എന്ന് വേണ്ട റംബുട്ടാൻ എല്ലാം പാകി. കുറെ കഴിഞ്ഞപ്പോൾ ഋതുക്കൾ മാറിയപ്പോൾ ഇതെല്ലാം തഴച്ചു വളർന്നു, ഇതിൽ നിന്ന് ധാരാളം ഫലമൂലാദികളുണ്ടായി. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾ 2 ദിവസത്തേക്ക് ഈ നിധി കുഴയ്ക്കുന്നത് നിർത്തിയിട്ട് ഈ ഫലമൂലാദികളെല്ലാം മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുക. വിറ്റു, ധാരാളം പണം കിട്ടി. അവർ സന്തോഷത്തോടെ പറഞ്ഞു, ഞങ്ങൾക്ക് ധാരാളം പണം കിട്ടി, ഞങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ വിറ്റിട്ട്. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, മക്കളെ, നിധിയൊന്നും കുഴിച്ചിട്ടിട്ടില്ല, നിങ്ങളുടെ അത്യധ്വാനം അതാണ് ഏറ്റവും വലിയ നിധി. ഇത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പറഞ്ഞതാണ്. ഇത് പാലാക്കാരെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന് അഭിമാനം പറഞ്ഞ് ഞാൻ പറയും. അത്യധ്വാനം, ഭൂമിയിലുള്ള വിശ്വാസം, ഭൂമി ചതിക്കില്ല എന്നുള്ള ഉറച്ച നിലപാട്. നമുക്കറിയാം, ഇടുക്കിയിലും വയനാട്ടിലും കാസർഗോഡിലുമൊക്കെ കടന്നു ചെന്ന് ഭൂമിയോട് പടപെട്ട് മല്ലടിച്ച് ജീവിതം പച്ച പിടിപ്പിച്ച് എത്രയോ പാലാക്കാരുണ്ട്. മടി പിടിക്കാത്തവരാണ് പാലാക്കാർ. ഞാൻ എൻ്റെ അനുഭവത്തിൽ പഠിച്ച ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാൽ വൈകിട്ട് 11 മണി വരെ ജോലി ചെയ്യും. എനിക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈ ജോലി ചെയ്യുക എന്നുള്ളൊരു ഭ്രമം അതെന്നെ പഠിപ്പിച്ചത് പാലക്കാരാണ്. പാലക്കാർ വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലും ജോലി ചെയ്യും. അത് വലിയൊരു കാര്യം തന്നെയാണ്. അത്യധ്വാനം ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ അത്യധ്വാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പാലാക്കാരുടെ അത്യധ്വാനം, അതുപോലെ എൻ്റർപ്രൈസ്. നിങ്ങൾക്കറിയാമല്ലോ, പാലാ സെൻട്രൽ ബാങ്ക്, അന്ന് പാലാ ഒരു നഗരം പോലുമല്ല, ഒരു ഗ്രാമപ്രദേശമാണ്. ഈ പാലാ സെൻട്രൽ ബാങ്ക് അന്ന് ഇന്ത്യയിലെ 17 ബാങ്കുകളുടെ മുന്നിലായിരുന്നു. എൻ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ പാലാക്കാരുടെ കാര്യമാണ് എപ്പോഴും ഓർക്കുന്നത്. ആരോ പറഞ്ഞൊരു കഥയായിരിക്കാം. ഈ അടുത്ത കാലത്ത് കൽക്കട്ടയിൽ ഒരു പാലക്കാരൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു 10,000 രൂപയുടെ കടം വേണം. 10,000 രൂപ ഒരു ചെറിയ തുകയാണ്. എങ്കിലും അവർ ചോദിച്ചു, ഈട് വയ്ക്കാൻ എന്താ ഉള്ളത്? പാലക്കാരൻ പറഞ്ഞു, ഈട് വയ്ക്കാൻ എൻ്റെ കാറുണ്ട്. കാറോ? കണ്ടിട്ട് നോക്കിയപ്പോൾ ഒരു റോൾസ് റോയ്സ് കാറാണ്. അപ്പോൾ അവർക്ക് തോന്നുന്നു, റോൾസ് റോയ്സ് കാറുള്ള ഒരാൾ
10,000 രൂപ കടം ചോദിക്കും. എന്തോ തട്ടിപ്പ് കാണുന്നില്ല. ഈ റോൾസ് റോയ്സ് ചിലപ്പോൾ തട്ടിച്ചെടുത്തതായിരിക്കും. അവരിവിടെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഇവിടെ പാലായിൽ നിന്ന് ബാങ്കിൽ നിന്ന് പറഞ്ഞു അദ്ദേഹം ഇവിടെ അറിയപ്പെടുന്നതിനാണോ, ധനികനാണ്, ധനാഠ്യനാണ്. ഏതായാലും ഒരു 10,000 രൂപ കൊടുത്തു. ഈ 10,000 രൂപ കൊണ്ട് നമ്മുടെ പാലക്കാരൻ അദ്ദേഹം നോർത്ത് ഈസ്റ്റൊക്കെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് തിരിച്ചു വന്നു. 300 രൂപ അതിനുള്ള പലിശയൊക്കെ കൊടുത്തു. ബാങ്ക് മാനേജർ ചോദിച്ചു, സാർ അങ്ങയെക്കുറിച്ച് ഞങ്ങൾ പാലായിലൊക്കെ അന്വേഷിച്ചു. അങ്ങ് ധാരാളം ധനമുള്ള ഒരു കുടുംബത്തിലെ ആളാണ്, വ്യവസായിയാണ്. അങ്ങേക്ക് റോൾസ് റോയ്സ് കാറുണ്ട്. ഇതൊക്കെ ആയാലും 10,000 രൂപ എന്തിനാണ് സാർ കടമെടുത്ത് ചെറിയ തുക? അത് പറഞ്ഞു, അത് ഞാൻ പാലക്കാരനായതുകൊണ്ട് എൻ്റെ ഈ റോൾസ് റോയ്സ് കാറ് ഈ മഹാനഗരത്തിൽ സുരക്ഷിതമായി എവിടെ വയ്ക്കും? ഒരിടത്തും പറ്റുകയില്ല. നിങ്ങൾക്ക് തന്നതുകൊണ്ട് 10,000 രൂപ കടമെടുത്തുകൊണ്ട് നിങ്ങൾ ആ കാറിൻ്റെ താക്കോല് വാങ്ങി കാറ് ഗാരേജ് വെച്ച് ഒരു ആംഡ് സെൻട്രി കിട്ടും. ഇതുപോലെ സംരക്ഷണം എനിക്ക് ആകെ ചിലവായത് 300 രൂപയാണ്. അതാണ് പാല. ഒന്നിനോടും പുറകോട്ട് പോയില്ല. അതുപോലെ ഞാൻ ഈയിടെ നമ്മുടെ ഒരു പാലക്കാരനൊരു പുസ്തകം എഴുതി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പുസ്തകം സാർ 1,00,000 കോപ്പി വിറ്റു. അപ്പം ഞാനും പുസ്തകം എഴുതുന്നതാണ്. 1,00,000 കോപ്പി വിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ സാധിച്ചു? സാർ അത് എന്നെ ദീപികയിലും നമ്മുടെ PR ഹെൽപ്പ് ചെയ്തതാണ്. ഞാൻ മാത്യുവിനോട് ചോദിച്ചു, എങ്ങനെ മാത്യു ഇത് ചെയ്യുക? സാർ അതിനൊരു ട്രിക്കുണ്ട്. എന്താ? അപ്പോൾ നല്ല പുസ്തകങ്ങളുടെ കാര്യമില്ല സാറേ, പുസ്തകം മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മാർക്കറ്റിംഗ് ടെക്നിക്ക് വേണം. ഇതെന്ത് ടെക്നിക്കാണ്? ഈ പുതിയ ആൾ എഴുതിയ പുസ്തകം ഒരാഴ്ച കൊണ്ട് 1,00,000 കോപ്പി ചിലവായി. കാര്യം എന്താണെന്നറിയോ? അത് എഴുതിയ പുസ്തകം ഇംഗ്ലീഷിലാണ്. 1,00,000 കോപ്പി ചിലവായതിൽ സന്തോഷമുണ്ടെങ്കിൽ അദ്ദേഹം പബ്ലിഷറോട് പറഞ്ഞു, നിങ്ങൾ എന്തായി കാണിച്ചത്? പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ നിങ്ങൾ തെറ്റിച്ചിരിക്കുന്നു. അവർ ടൈറ്റിൽ മാറ്റി ശരിയായ ടൈറ്റിൽ എഴുതി. ശരിയായ ടൈറ്റിൽ വന്നപ്പോൾ ഒരൊറ്റ പുസ്തകം ചിലവായിട്ട്. എന്താണെന്നറിയാമോ? ശരിയായ ടൈറ്റിൽ ഹൗ ടു ചേഞ്ച് യുവർ ലൈഫ് ഇൻ 10 days. ഒറ്റയാൾ വാങ്ങിയില്ല. തെറ്റായ ടൈറ്റിൽ ഹൗ ടു ചേഞ്ച് യുവർ വൈഫ് ഇൻ 10 days. അപ്പോൾ ഇതാണ് മാർക്കറ്റിംഗ് ടെക്നിക്ക് നമ്മുടെ PR പറഞ്ഞതെന്ന് കേട്ടോ. അപ്പോൾ പാലക്കാരുടെ കയ്യിൽ ഇല്ലാത്ത അടവുകളില്ല. പക്ഷെ എല്ലാം നന്മയ്ക്ക് വേണ്ടിയുള്ളവരാണ്. നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നു, നന്മയ്ക്ക് വേണ്ടി അവർ എന്തും ചെയ്യും. അതുപോലെ ഞാൻ ഈ പറഞ്ഞല്ലോ പാലാ കഥകൾ എഴുതുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കേട്ട ഒരു കാര്യം. പാലായിലെ 2 സഹോദരന്മാർ. ഒരാൾ വളരെ ധനികനാണ്, മറ്റേ ആൾ എന്തുകൊണ്ടോ അദ്ദേഹം അങ്ങനെ ധനമൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. 2 പേരും മരണക്കിടക്കയിൽ കിടക്കുകയാണ്. അപ്പോൾ ധാരാളം സമ്പാദ്യമുണ്ട് ഒന്നാമത്തെ ആൾ. അവരാ മാപ്പിള എന്ന് പറയുന്നത്. എന്നൊക്കെ അങ്ങനെയാണ്. പക്ഷെ അവിടെ ഭരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏരിയമ്മ ചേട്ടത്തി. അവിടെ ആൾക്കാർ കളിയാക്കി പറയും, അങ്ങേ വീട്ടിൽ അവരാ മാപ്പിള എന്ന് പറയും. അല്ലെ അവരാ ചേട്ടൻ മരണശൈലിയിൽ കിടക്കുന്നു. അദ്ദേഹം വിൽപത്രം എഴുതാൻ വക്കീലിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നമ്മുടെ പീരുമേട്ടിലുള്ള 250 ഏക്കർ ഏലത്തോട്ടം അത് സൂസമ്മയ്ക്ക് കൊടുക്കാം. ഭാര്യ അത് സൂസമ്മയ്ക്ക് വേണ്ട, അത് ജോണിച്ചായന് കൊടുത്താൽ മതി. എങ്കിൽ ജോണിച്ചായന് കൊടുത്തേക്കാം. നമ്മുടെ പാലായിലുള്ള 2 നില കെട്ടിടവും 30 ഏക്കർ പുരയിടവും അത് ജെയിംസ് കുട്ടിക്ക് കൊടുക്കാം. ഏലിയാമ്മ അത് ജെയിംസ് കുട്ടിക്ക് കൊടുക്കണ്ട, അത് റൂബി മോൾക്ക് കൊടുത്താൽ മതി. റൂബി മോൾക്ക് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കൊപ്രാക്കളവും അതിനോട് കിടക്കുന്ന ഫാക്ടറി അത് നമുക്ക് ജോണിച്ചിന് കൊടുക്കാം. ആ ജോണിച്ചിന് കൊടുക്കണമെങ്കിൽ അത് വർക്കിച്ചാന് കൊടുത്താൽ മതി. അപ്പോൾ ഇത് അവരാമ്മ ചോദിക്കുക, എനിക്കറിയാമ്മയെ ചോദിക്കുക, ഏലിയാമ്മയെ ഞാനാണോ അമ്മ ഇരിക്കുന്നത്, നീയാണോ ഇരിക്കുന്നത്? ഇതൊന്ന് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ, അദ്ദേഹത്തിന് ഒരു സ്വത്തൊന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞു. എങ്കിലും അങ്ങനെ ഒന്നുമില്ലാത്ത ആളല്ല. അദ്ദേഹത്തിൻ്റെ വിൽപ്പന അദ്ദേഹം ഇതുപോലെ വക്കീലിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പീരുമേട്ടിലുള്ള 500 ഏക്കർ ഏലത്തോട്ടം അത് സൈമൺ കുട്ടിക്ക് കൊടുക്കാം എഴുതി. രണ്ടാമത് അതുപോലെ കുട്ടനാട്ടിലുള്ള 1000 പറ നെല്ല് മിൽപ്പാടം അത് ജോണിക്കുട്ടിക്ക് കൊടുക്കാം. എൻ്റെ ബെൻസ് കാറും ഒരു 40 ബസ്സും അത് കുഞ്ഞുഞ്ഞമ്മയ്ക്ക് കൊടുക്കാം. പിന്നെ മിണ്ടാട്ടോ. അപ്പോൾ ആൾക്കാർ എന്ത് പറ്റി കുലുക്കി വിളിച്ചു, എന്ത് പറ്റി മിണ്ടുന്നില്ല. അതേ ഇനിയുള്ള സമയം കൊണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ആലോചിക്കായിരുന്നു. അപ്പോൾ പാലക്കാരെ പറ്റിക്കാൻ ആർക്കും പറ്റത്തില്ല.
പാലാക്കാർ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും അവർ ചെയ്തിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സത്യസന്ധത പാലായ്ക്കും ദീപികയ്ക്കും രണ്ടു പേർക്കുള്ള ഒരു കാര്യമല്ല. ജീവിത വിജയത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുമെങ്കിലും സത്യസന്ധതയുടെ പാത വിട്ട് മാറാറില്ല. രാഷ്ട്രീയത്തിലില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഈ ജനങ്ങളോട് സത്യസന്ധത പുലർത്തുന്നൊരു സ്വഭാവം പാലക്കാർക്കുണ്ട്. ഈ സത്യസന്ധതയുടെ കാര്യം പറയുമ്പോൾ അരുൺ നെഹ്റു, അരുൺ ഗാന്ധി അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലാണ് താമസിക്കുന്നത്. ഗാന്ധിയുടെ പൗത്രനാണ്. അദ്ദേഹം ഒരിക്കൽ എഴുതി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരിക്കൽ പറഞ്ഞു, നമുക്കിന്ന് സിറ്റി വരെ പോവാം, നീ കാറെടുക്കുക. മകനോട് പറയുക, നീ കാറെടുക്കുക, അച്ഛനും കൂടെ വരാം. അങ്ങനെ സിറ്റിയിൽ പോയി ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അച്ഛൻ പറഞ്ഞു, നീ കാറുമായിട്ട് ഇവിടെ 5 മണിക്ക് വരണം, അതുവരെ കാറ് റിപ്പയറിങ്ങിന് കൊടുക്കുക. 5 മണിയായി, 6 മണിയായി, മകനെയും കാറിനെ കാണുന്നില്ല. ഒരു 6:30 ആയപ്പോൾ മകൻ കാറുമായിട്ട് വന്നു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇവിടെ ആയിരുന്നു മകനെ, എന്ത് പറ്റി താമസിക്കാൻ? അയാൾ അച്ഛൻ കാറ് റിപ്പയർ ചെയ്യാൻ കുറേ സമയം എടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് സത്യം പറയാൻ എന്താ മടി, എന്താ പേടി? നിന്നെ കാണാഞ്ഞപ്പോൾ ഞാൻ റിപ്പയറിക്കാരെ വിളിച്ച് ചോദിച്ചു, വർക്ക്ഷോപ്പ് വിളിച്ച് ചോദിച്ചു. അവർ പറഞ്ഞു കാർ 1/2 മണിക്കൂറോട് റിപ്പയർ ചെയ്ത് കൊടുത്തു. പിന്നെന്ത് പറ്റി? അച്ഛാ ഞാനൊരു സിനിമ കാണാൻ പോയതാണ്. അപ്പോൾ ചോദിച്ചു, നിനക്ക് ആ സത്യം പറയാൻ പാടില്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? മകൻ്റെ കാറിൽ കയറിയില്ല. അദ്ദേഹം 13 കിലോമീറ്റർ വീട്ടിലേക്ക് നടന്നു പോയി. പുറകെ മകൻ കാർ ഇങ്ങനെ പതുക്കെ ഡ്രൈവ് ചെയ്തു പോയി. അദ്ദേഹം എഴുതുകയാണ്, അന്ന് എനിക്ക് മനസ്സിലായി സത്യത്തിൻ്റെ മൂല്യം എന്താണ്. സത്യത്തിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കിയ ദീപിക ധനപത്രം, സത്യത്തിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയ പാലാക്കാർ, ഇവരെ രണ്ടുപേരെയും നമിക്കാതെ വയ്യ. അതുകൊണ്ടാണ് ഈ പാലാ കഥകൾ എഴുതാം എന്നെനിക്ക് തോന്നുന്നത്. ഇനി ഒരു കാര്യം, ഞാനിവിടെ വന്നതിനൊരു ഒരു ഒരു സ്വാർത്ഥതയുണ്ട്. അത് പറയാനുള്ള കാരണം, ഈ പത്രത്തിൽ എന്തെഴുതുന്നു അത് ജനങ്ങൾ വിശ്വസിക്കും. സത്യം എന്താണ്? സത്യമൊക്കെ മനോരമ മാതൃഭൂമി, ദീപിക, അങ്ങനെ നമ്മുടെ പത്രങ്ങൾ എഴുതുന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടായിരിക്കും. പക്ഷേ ദീപിക എപ്പോഴും സത്യം മാത്രമേ എഴുതൂ. ഈ സത്യത്തിൻ്റെ ഒരു പ്രയോജനം കിട്ടിയ ആളാണ് ഞാൻ. ആദ്യം ഇവിടെ വന്നപ്പോൾ ഈ കാപ്പൻ സഹോദരന്മാരെ എനിക്ക് പണ്ട് മുതലേ അറിയാം. ജോർജ് പറഞ്ഞു, എന്നെ ഇവിടെ ചില റബ്ബർ തോട്ടമൊക്കെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഒരു റബ്ബർ തോട്ടത്തിൽ റബ്ബർ ഇങ്ങനെ അടിച്ച് പിന്നെ ചിരട്ട വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 1-ാം പാലെടുത്തു. അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ പാലില്ല, കിട്ടിയ പാല് ചിരട്ടയ്ക്കകത്ത് വീഴുന്നു, എടുക്കുന്നു. നോക്കിയപ്പോൾ ഒരു ചിരട്ടയ്ക്കകത്ത് എന്തോന്ന് അറിഞ്ഞിരിക്കും, ഞാനൊന്ന് മഴവെള്ളമായിരിക്കും. ഞാനതെടുത്ത് കളയപ്പോൾ എന്നോട് കൂടെ ഇരുന്ന് പറഞ്ഞു, സാറേ അത് പാല കേട്ടോ, അത് കറയാണ്, റബ്ബറിൻ്റെ 2-ാം പാലെന്ന് പറയും, അത് കറയാണ് സാർ, കളഞ്ഞല്ലോ. എനിക്ക് അയ്യടാന്നായിരിക്കും. ഞാൻ ചെയ്തു, ദൈവമേ ഈ കറയെടുത്ത് ഞാൻ കളയുകയും ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? എൻ്റെ വൈകല്യം കണ്ടപ്പോൾ നമ്മുടെ ഈ ദീപികയുടെ റിപ്പോർട്ടർ പറഞ്ഞു, സാരമില്ല സാറേ, കറ കളഞ്ഞതിൽ ഒതുക്കിക്കുകയൊന്നും വേണ്ട, നാളെ ഞങ്ങൾ പുതിയ സർക്കാർ കറ കളഞ്ഞ ഭരണാധികാരിയാണെന്ന് എഴുതിക്കോളാം. അപ്പം അങ്ങനെ ഒന്ന് എഴുതണേ, കറ കളഞ്ഞ് ഗവർണറാണെന്ന് എഴുതണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. സന്തോഷത്തോടു കൂടി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നമസ്കാരം.